നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് കേരളത്തിലെ ആദ്യത്തെ BIS അംഗീകൃത റെഡിമിക്സ് കോൺക്രീറ്റ് നിർമ്മാതാക്കളായ കൊണ്ടോടി കോൺക്രീറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്ലാന്റിലാണ്. കോട്ടയം തോട്ടയ്ക്കാടുള്ള അവരുടെ പ്ലാന്റിലാണുള്ളത്. നമുക്ക് അറിയാം, കൂറ്റൻ ബഹുനില കെട്ടിടങ്ങളും അതുപോലെ ചെറിയ വീടുകളും ചെറിയ മറ്റ് കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിന് ഇന്ന് കോൺക്രീറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് ആശ്രയിക്കുന്നത് റെഡിമിക്സ് കോൺക്രീറ്റുകളെയാണ്. മാനുവലായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന രീതി ഇന്ന് ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥാനത്ത് റെഡിമിക്സ് കോൺക്രീറ്റുകൾ ഈ ഒരു രംഗം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ നിർമ്മാണ രീതികൾ, കോൺക്രീറ്റ് മിക്സിംഗ് എങ്ങനെയാണ്, എന്തൊക്കെ ചേരുവകളാണ് അവർ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, ഇതെങ്ങനെയാണ് പ്ലാന്റിൽ നിന്ന് സൈറ്റുകളിൽ എത്തുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടറിഞ്ഞ് വരാം. ഈ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതിനായി ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടോടിയിലെ ക്വാളിറ്റി മാനേജറായിട്ടുള്ള ശ്രീ അനന്തുവാണ്. നമുക്ക് അനന്തുവിനോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി വരാം. നമസ്കാരം അനന്തു. നമസ്കാരം. കൊണ്ടോടി പ്രീഫാബ് കോൺക്രീറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ റെഡിമിക്സ് കോൺക്രീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇവിടുന്ന് ഇത് സൈറ്റുകൾ വരെ എത്തുന്നതെന്നുള്ള കാര്യങ്ങൾ ആദ്യാവസാനം ഒന്ന് വിശദീകരിച്ചേക്കും. ഇവിടെ ഇപ്പോൾ ഇത് നമ്മൾ ഈ കാണുന്ന പോലെ ഇവിടെ ഈ യാർഡിൽ മെറ്റിൽ ഉണ്ട്, എംസാൻഡ് ഉണ്ട്, കാര്യങ്ങളെല്ലാം നിരത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇവിടെ ഈ മെഷീനിൽ എത്തുന്നത്? അവിടെ മുതലുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അതായത് നമ്മളിത് ഒരു കസ്റ്റമർക്കൊരു നമ്മൾ ഈ കോൺക്രീറ്റിന് ഇപ്പം വിവിധ ക്വാളിറ്റി പരമായ കോൺക്രീറ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടും അതിൻ്റെ നേച്ചർ ഓഫ് വർക്ക് അനുസരിച്ചിട്ടും ഇത് പല ഗ്രേഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി ബേസിൽ പല ഗ്രേഡായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ റിക്വയർമെൻറ്റ് പ്രകാരം, ഒരു കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ PO പർച്ചേസ് ഓർഡർ എഴുതി അവരെ മേടിച്ച് കഴിഞ്ഞ പ്രോഡക്റ്റാണ് നമ്മളോട് സപ്ലൈ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം ഇതിന് ചേർക്കുന്ന അഗ്രിഗേറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 20 mm എംസാൻഡ്, 12 mm സിമൻറ്റ്, കെമിക്കൽ, വാട്ടർ, ഇത്രയുമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിൻ്റെ അനുപാതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിറ്റി വൈസിൽ അല്ലെങ്കിൽ ഗ്രേഡ് വൈസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ടാവും. അപ്പം കസ്റ്റമർക്ക് കൊടുക്കുന്ന ആദ്യമേ നമ്മൾ ഇതിനൊരു ഡിസൈൻ കസ്റ്റമർ കൊടുത്തു വെച്ചേക്കും. ഇതെന്താണ്, നമ്മൾ ഈ ഗ്രേഡ് ഏത് ഗ്രേഡാണ്, ആ ഗ്രേഡിൻ്റെ എത്ര സിമൻറ്റ് കണ്ടന്റ് ഉണ്ടാവും, 20, 12 എംസാൻഡ്, ഇതിൻ്റെയൊക്കെ അളവ് എത്രയാണ്, ഇതെല്ലാം കൊടുത്ത് നമ്മളൊരു എഗ്രിമെൻറ്റ് എത്താവും. എന്നിട്ട് അതേ ഡേറ്റിൽ അതേ സമയത്ത് കൃത്യമായി അദ്ദേഹത്തിന് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ആ കൊടുക്കുന്ന 8 MQ ആണ്, അല്ലെങ്കിൽ 9 MQ ആണ്, അല്ലെങ്കിൽ 10 MQ ആണ് ആ കസ്റ്റമർ ഓർഡർ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ആ ഡെലിവറി ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു ഫുഡ്മേസർ എന്നൊരു കമ്പനിയുടെ 1 MQ കപ്പാസിറ്റി ഉള്ള ഒരു RMC പ്ലാന്റ് ആണ്. അപ്പോൾ ഇവിടേക്ക് ഇതെല്ലാം ഇതെല്ലാം ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ആണ്. നമുക്ക് ഇതിലേക്ക് ഇടയ്ക്ക് ഇതിനകത്ത് നമുക്കൊന്നും അപ്ലൈ ചെയ്ത് ചെയ്യാൻ കഴിയില്ല. ഇപ്പം നമുക്കിപ്പോൾ ഒരു റെസിപ്പി എൻ്റർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഗ്രേഡ് എൻ്റർ ചെയ്തു, ആ എൻ്റർ ചെയ്ത ആ വാല്യൂ എല്ലാം കൊടുത്തു. ഇപ്പോൾ 8 MQ അല്ലെങ്കിൽ 9 MQ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സർക്കിളായി 9 MQ ആണെന്നുണ്ടെങ്കിൽ 9 പ്രാവശ്യം ഈ സർക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ 9 MQ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്ക് ഓരോ സർക്കിളിലും 1 MQ ആണ്. 1 MQ ആണ്. നമ്മുടെ പ്ലാന്റ് കപ്പാസിറ്റി 1 MQ ആണ്. അപ്പം ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ 9 പ്രോസസ്സിങ്ങിലൂടെ കഴിഞ്ഞ് 9 MQ വണ്ടിക്കകത്തോട്ട് വീഴുമ്പോൾ ഈ പ്രോസസ്സിങ് കഴിയുന്നു. നമ്മൾ കൊടുത്തതിൻ്റെ ഔട്ട്പുട്ടായിട്ട്, നമ്മൾ എന്താണോ ബാച്ച് ചെയ്യാൻ കൊടുത്തേക്കുന്നത് അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് ആ പ്ലാന്റ് എന്ത് എടുത്തു എന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് വരും. നമ്മൾ ഈ വണ്ടിയിൽ അതിൻ്റെ കൂടെ ഈ മില്ലറിൽ ഈ റിപ്പോർട്ട് കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളത് കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പം ഒരു കസ്റ്റമറിന് ഇത് കിട്ടുമ്പോൾ അറിയാൻ പറ്റും, എനിക്ക് വന്ന ലോഡിനകത്ത് അവരെന്തൊക്കെ ചേർത്തിരിക്കുന്നു, അത് എത്രയൊക്കെയാണ് വന്നേക്കുന്നത്, എനിക്ക് മുൻകൂട്ടി തന്ന ഒരു ഡിസൈൻ പ്രകാരമാണോ അവരിത് ചെയ്തേക്കുന്നത്, ഇതെല്ലാം അവർക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ 20, 12 എംസാൻഡ് ഇവിടേക്ക് മാനുവലി ഈ JCB വെച്ച് മാനുവലി ലേഡ് ചെയ്യുന്നത് വരെയാണ് ഇതൊരു മാനുവൽ. ഇത്രയേ ഉള്ളൂ അല്ലേ? അതാണെങ്കിൽ ഇപ്പൊ ഈ വന്ന സിമന്റ് പിന്നെ ഈ എയർ കംപ്രസർ അടിച്ച് സൈലോയിൽ കയറുക, ഇതും മാനുവൽ പ്രോസസ്സിംഗ് ആണല്ലോ. ഇതുവരെയുള്ളൂ മാനുവൽ പ്രോസസ്സിംഗ് നടക്കുന്നത്. അത് കഴിഞ്ഞെല്ലാം ഓട്ടോമാറ്റിക്. നമ്മൾ ഈ കൊടുക്കുന്ന വെയിറ്റ് ഇപ്പൊ കാണുന്നില്ല. ഇപ്പം നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് എല്ലാം ഇതൊരു പിന്നെ കൺവെയർ ബെൽറ്റ് ആണ്. ഈ കൺവെയർ ബെൽറ്റ് ഓൾറെഡി വെയിങ് ആണ്. ഈ കൺവെയർ ബെൽറ്റ് ആണ് ഈ ഫുൾ വെയിറ്റ് എടുക്കുന്നത്. ആ വെയിറ്റ് എടുത്തതിന് ശേഷം ഈ ബക്കറ്റിലേക്ക് ലോഡ് ആണ്. ഇതുപോലെ ലോഡ് ചെയ്യുക, ഇതുപോലെ ലോഡാവും. ഇതുപോലെ ഇതേ പ്രോസസ് നടക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റിയിൽ 20 പിന്നെ മുകളിൽ സിമന്റും വാട്ടറും അഡ്മിക്സറും എടുത്ത് വെക്കുന്നത്. ഇത് മുകളിലേക്ക് പോയിട്ട് ആ മിക്സർ ഉള്ളിലേക്ക് തട്ടുക. അപ്പൊ തട്ടുന്ന സമയത്ത് തന്നെ ആ പറയുന്ന സിമന്റും വാട്ടറും കെമിക്കലും ഒരുമിച്ച് ഡിസ്ചാർജ് ആവും. ഇതെല്ലാം കൂടെ ചേർന്നാണ് 40 സെക്കൻഡ് അവിടെ മിക്സിംഗ് നടക്കും. അത് കഴിഞ്ഞ് നേരെ ഈ വണ്ടിയിലേക്ക് അൺലോഡ് ആവും. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ വണ്ടി അടുത്ത സൈറ്റിലേക്ക് പോകും. ആ സൈറ്റിലേക്ക് പോകും. ഇത് ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന എത്ര MQ ആണോ അത്ര MQ തന്നെ ഇതിങ്ങനെ ചെയ്തൊക്കെ നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫൈനൽ 10 MQ ആണ് കൊടുക്കുന്നതെങ്കിൽ 10 പ്രാവശ്യം ഈ റൊട്ടേഷൻ സർക്കിൾ 10 പ്രാവശ്യം നടന്നേക്കും. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോണേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു വണ്ടി 9 MQ ലോഡ് ചെയ്യുന്ന പറഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ
ഫൈനൽ ക്വാണ്ടിറ്റി എല്ലാം വീട് കഴിഞ്ഞു. ഈ മിക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ബാച്ച് ചെയ്തത് നമ്മളിത് വർക്ക് അതെ സാമ്പിൾ എടുക്കണം. സാമ്പിൾ എടുത്ത് നമ്മൾ വിഷ്വലി ചെക്ക് ചെയ്ത് നോക്കും. നമുക്ക് ഏதாவது ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഈ വണ്ടി ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്തോളൂ. ഈ ക്വാളിറ്റി ചെക്ക് എത്ര ഫേസ് ആയിട്ട് എത്ര ഘട്ടത്തിലാണ് ഇത് പ്ലാന്റ് തന്നെ ഇപ്പോൾ ചെക്ക് ചെയ്യും. അതെ ചെക്ക് ചെയ്യുവാണ്. ഇതിന് സൈറ്റ് ചെല്ലുമ്പോൾ ഒരു ചെക്കിംഗ് ഉണ്ടാവും. അതിനുശേഷം മാത്രമേ ഇത് ബോർ ചെയ്യത്തുള്ളൂ. മെഷീനിൽ നിന്ന് നേരെ സാമ്പിൾ എടുക്കുന്ന സാധനം എന്തെങ്കിലും വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കുന്നതാണ് നമുക്ക് ആ ഫ്ലോ ഉണ്ടോ, കറക്റ്റ് വർക്കബിൾ. അതായത് ഇതിപ്പോ ഒരു 1.5 മണിക്കൂർ ഓടേണ്ട സൈറ്റ്. ഇതൊന്ന് കാണിച്ചേ കരണ്ടി കൊണ്ട് കോരി എടുക്കുന്നുണ്ട്. അതിന്റെ ഇതൊരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട. നമ്മുടെ കുക്കിംഗ് ബ്ലോഗർമാരൊക്കെ പറയുന്ന പോലെ ആണെങ്കിൽ കൺസിസ്റ്റൻസി നോക്കുവാണ്. അവരതുകൊണ്ട് കൺസിസ്റ്റൻസി മാത്രമൊന്നുമല്ല, ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇത് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട ഒരു മിക്സ് ആണ്. 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഇത് പോറിങ്ങിലോട്ട് വരുള്ളൂ. പോർ ചെയ്ത് വരുമ്പോൾ 2 മണിക്കൂർ. അപ്പൊ ഇപ്പൊ ഇതൊരു കൊളാപ്സ് മിക്സ് ആണ്. കൊളാപ്സ് സ്ലംബ് ആണ്. സ്ലംബ് ചെക്ക് ചെയ്യാന്ന് പറയുന്നത് കൊളാപ്സ് സ്ലംബ് ആണ്. ഇതൊരു സൈറ്റിൽ എത്തുമ്പോൾ ഒരു 1.5 മണിക്കൂർ ആഫ്റ്റർ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ സ്ലംബ് ഡൗൺ ആവും. ഡൗൺ ആയിട്ട് നമുക്ക് സൈഡിലേക്ക്, അതായത് സ്ലാബിന് പോർ ചെയ്യേണ്ട ഒരു റിക്വയർമെന്റ് സ്ലംബിലേക്ക് വരും. ഒരു 100 to 150 എന്ന റേഞ്ചിലേക്ക് വരും. അത് നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ വണ്ടി ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ. കാരണം ഇവിടുന്ന് ഓവർ ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ചെന്നാലും ഓവർ ലൂസ് ആയിരിക്കും. ഇവിടുന്ന് ടൈറ്റ് ആണെങ്കിൽ മിക്സ് അവിടെ ചെല്ലുമ്പോഴും ടൈറ്റ് ആയിരിക്കും. അപ്പൊ പാകത്തിന് ചെക്ക് ചെയ്തോളൂ. ഇത് ഞാൻ പറയില്ല, ഇതൊരു ഈ പാനൽ റൂമിൽ ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇതെല്ലാം മോണിറ്റർ ചെയ്താണ് ഇത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ ഒരു ക്വാളിറ്റി ചെക്കർ ഇവിടെ ഉണ്ടാവും. CPU അകത്തുണ്ട്. അതൊരു മനുഷ്യനാണ് അത് പ്രവർത്തിപ്പിക്കുന്നത്. ഇതിന്റെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പ്രോസസിംഗ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ അനന്തു ഇപ്പം ഈ പറഞ്ഞു വന്നപ്പോൾ ഒരു സംശയം, വണ്ടി ഇതേ ഇപ്പൊ ഇവിടുന്ന് നിറച്ച വണ്ടി നേരെ അടുത്ത കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവുകയാണ് ആ വണ്ടിയെ. അതെ അതെ അതെ. അപ്പൊ ഈ ഓട്ടത്തിനിടയ്ക്ക് ഇവിടുന്ന് പുറപ്പെട്ടു സൈറ്റിൽ എത്താനായിട്ടൊരു സമയമുണ്ടല്ലോ. അതെ. ഈ സമയത്തിനിടയ്ക്ക് അത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടാണോ പോകുന്നത്? ഇത്രയും ഈ പറയുന്ന റൊട്ടേഷൻ ഇത്രയും സ്പീഡ് ഉണ്ടാവില്ല. ഒരു ചെറിയ റൊട്ടേഷനിൽ ഇത് ആ സൈറ്റ് വരെ എത്ര ദൂരെയാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ പോകുന്നത്. ഇത് കോൺക്രീറ്റ് അവിടെ അനങ്ങാതെ കിടക്കുന്നില്ല. കോൺക്രീറ്റ് ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് സൈറ്റ് അല്ലേ. അപ്പൊ അങ്ങ് ചെല്ലുമ്പോൾ നല്ല പാകാവും. വെരി ഗുഡ്. നമ്മൾ നേരത്തെ താഴെ അനന്തൂരോട് സംസാരിച്ചപ്പോൾ അനന്തു പറഞ്ഞില്ലേ എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ. അത് മിസ്റ്റർ വിനയാണ് ഇവിടുത്തെ ബാച്ചർ എന്ന് പറയുന്നത്. വിനയ് കണ്ടാണ്. അതാണ് വിനയ്ക്ക് ഇവിടെ ഇരുന്ന് ഈ വിൻഡോയിലൂടെ മുഴുവൻ കാണാം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും. നമ്മൾ മുമ്പേ ഏറ്റവും അവസാനം സാമ്പിൾ എടുത്തത് കണ്ടതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വിനയ്ക്ക് ഇവിടെ ഇരുന്നാൽ കാണാൻ കഴിയും. വിനയ് അപ്രൂവൽ പറഞ്ഞാലേ ഈ വണ്ടി ഈ പ്ലാന്റ് വിട്ട് സൈറ്റിലേക്ക് നീങ്ങുള്ളൂ. അതാണ് ബാച്ചറുടെ ജോലി. ഹലോ വിനയ്. അപ്പം ഇവിടെ എന്താണ് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി വിനയുടെ ഭാഷയിലൊന്ന് പറഞ്ഞു. വിനയ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമുക്ക് ഇവിടുന്ന് ഓർഡറിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ക്യൂസി ഡിപ്പാർട്ട്മെന്റിൽ തരും. മിക്സ് ഡിസൈന് ഏതാണ് സൈറ്റിൽ കൊടുക്കേണ്ട മിക്സ് എല്ലാം നമുക്ക് നമ്മളെ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പ് വഴി നമുക്ക് തരും. നമ്മളതെല്ലാം ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഫീഡ് ചെയ്യും. ഓരോ ഡിസൈൻ ഉണ്ട് പല ഗ്രേഡിലുള്ള കോൺക്രീറ്റിന്റെ. അപ്പോൾ നമ്മൾ ഓരോന്നും അതനുസരിച്ച് ഏതാണ് വേണ്ടിയെന്നുള്ള ഫീഡ് ചെയ്യും. പിന്നെ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആണ്. പ്രോസസ് സോഫ്റ്റ്വെയർ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അക്നോളജ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ എന്തെങ്കിലും എറർ വരുവാണോ, എന്തെങ്കിലും മിഷനറീസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വാല്യൂസ് എല്ലാം സെയിം ആണോ, എല്ലാം ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആണ്. നമ്മളെല്ലാം ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ എല്ലാം ഓട്ടോമാറ്റിക്കലി വെയിറ്റ് അനുസരിച്ച് എടുക്കും. നമ്മളിപ്പോൾ മിക്സ് വണ്ടി ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് ബില്ലിംഗ് ആണ്. ബില്ലിംഗ് നമുക്ക് അക്കൗണ്ട്സ് ചെയ്യുന്ന ഓർഡർ വരും. അപ്പോൾ അത് ഏതാണെന്നുള്ള ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ബില്ല് ചെയ്യും. ബില്ല് ചെയ്ത് കഴിഞ്ഞ് ബാച്ച് റിപ്പോർട്ട് ഉണ്ട്. നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കൊരു റിപ്പോർട്ടായിട്ട് ലാസ്റ്റ് കിട്ടും. അത് ബാച്ചിങ് അവസാനിച്ച് കഴിയുമ്പോൾ റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. കാരണം ഓരോ ബാച്ചിലും എന്തുമാത്രം മെറ്റീരിയൽ വീണു, എന്തുമാത്രം സിമെന്റ് വീണു, അതെല്ലാം നമുക്കൊരു റിപ്പോർട്ടായിട്ട് തരും. അത് കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ്. ഇപ്പം നമ്മളിപ്പോ ഒരു ജ്യൂസ് മേടിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഈ കൊടുത്തുവിടുന്ന ഈ വണ്ടിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് മീൻസ് നമ്മൾ കൊടുക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കസ്റ്റമർക്ക് മിക്സ് ഡിസൈൻ കൊടുക്കുന്നത്. ആ മിക്സ് ഡിസൈൻ പ്രകാരമാണ് ബാച്ച് ചെയ്തിട്ട് ഈ ബാച്ച്, അതായത് ഇപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 8 MQ ചെയ്ത ഒരു വണ്ടിയുടെ ബാച്ച് റിപ്പോർട്ടാണ്. ആ ബാച്ച് റിപ്പോർട്ടിൽ ഓൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് അതിനൊരു കൗണ്ടിങ്, ഒരു ഡോക്കറ്റ് നമ്പർ ഉണ്ടാവും, ഒരു ഡേറ്റ് ഉണ്ടാവും, ഒരു കസ്റ്റമറെ കൊടുത്തുവിട്ട കസ്റ്റമറുടെ പേരുണ്ടാവും, ലൊക്കേഷൻ ഉണ്ടാവും, വണ്ടി നമ്പർ ഉണ്ടാവും, ഗ്രേഡ് ഉണ്ടാവും, അത് എപ്പോഴാണ് തുടങ്ങിയത്, എപ്പോഴാണ് അവസാനിച്ചതുണ്ടാവും. അതിന് ഓരോ ഇപ്പൊ 8 MQ ആണ് നമ്മൾ, ഞാൻ ഒരു സർക്കിൾ എന്ന് പറഞ്ഞില്ലായിരുന്നു, ആ 8 MQ നടക്കുന്നത്. അപ്പൊ ഓരോ ബാച്ചിലും എത്രയാണ് എടുത്തേക്കുന്നത്, എത്രയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള വാല്യൂസ് ഉണ്ടാവും. അതിന് അവസാനമുള്ളൊരു
ടോളറൻസും ടോട്ടൽ ബാച്ചിന്റെ ഒരു എറർ പെർസെന്റേജും ഉണ്ടാവും. ഈ എറർ പെർസെന്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന വെയിറ്റില് ഇപ്പം 100 കിലോ സിമെന്റ് ആണ് നമ്മൾ എടുക്കാൻ മെഷീനോട് പറയുന്നതെങ്കിൽ അതൊരു 105 അല്ല ഒരു 105 ഒരു 95 ഇടയിലായിരിക്കാം. പ്ലസ് ഓർ മൈനസ് ഉണ്ടാവും. കറക്റ്റ് 100 തന്നെ എടുക്കണമെന്നില്ല, ഒരു പ്ലസ് ഓർ. പക്ഷെ ആ പ്ലസ് ഓർ മൈനസ് ഒരിക്കലും ഒരു 2% മുകളിൽ പോകാൻ പാടില്ല. അങ്ങനെ പോയ എററാണ്. അങ്ങനെ പോലെ അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ എവരി ഒരു 3 മാസം, ഇതൊക്കെ വളരെ മൈന്യൂട്ടാണ്. അപ്പൊ ഒരു 3 മാസത്തിന് എവരി 3 മാസവും നമ്മൾ ഈ പ്ലാന്റ് കാലിബ്രേറ്റ് ചെയ്യും. കാലിബ്രേറ്റ് ചെയ്ത് നോക്കും ഇതിന്റെ, അതായത് ഈ പുട്ട്മേസറിന്റെ ഇതിന്റെ സർവീസിന്റെ ആൾക്കാർ തന്നെ വന്ന് ഇത് പിന്നെ അത് ഇതിന്റെ ഫംഗ്ഷൻ ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഇതിന്റെ കാലിബ്രേഷൻ ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. അപ്പൊ എവരി 3 മന്ത് അത് ഈ ഡിപ്പാർട്ട്മെന്റ് ഡെലിവറി ടിക്കറ്റ് ഇൻഫർമേഷൻ അതെ ഈ പ്ലാന്റ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ പാനൽ. അതെ പ്ലാന്റ് കൺട്രോൾ പാനൽ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇതാണ് നമുക്കുള്ള RMCന്റെ കോൺക്രീറ്റിന്റെ ടെസ്റ്റിംഗ് ലാബ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നമ്മളൊരു കോൺക്രീറ്റ് പ്രൊഡക്ഷൻ ചെയ്ത് നമ്മളൊരു കസ്റ്റമറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊടുക്കുന്നത് നമ്മൾ റോ മെറ്റീരിയൽ എല്ലാം വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ഗുഡ് ക്വാളിറ്റി കോൺക്രീറ്റ് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ പിന്നെ റോ മെറ്റീരിയൽസിന് നമുക്ക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന ലാബാണിത്, ഒരു RMC ലാബാണ്. അപ്പം നമ്മൾ അതുപോലെ നമ്മൾ ഈ ഇൻകമിംഗ് മെറ്റീരിയൽ ചെക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മളൊരു കസ്റ്റമറിന് കൊടുത്തു വിടുന്ന കോൺക്രീറ്റ് അവർക്കുള്ള വിറ്റ്നസ്സിൽ തന്നെ നമ്മൾ ക്യൂബും സ്ലംബും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും. അപ്പം ഈ ക്യൂബ് മേക്ക് ചെയ്തതിന് ശേഷം ആ ക്യൂബ് കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അതേ പാരലായിട്ട് ക്യൂബ് നമ്മളും സൈറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മളിവിടെ 28 ദിവസം ക്യൂർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് ചെക്കിങ്ങിൻ്റെ ഒരു ടൈം സ്റ്റേജ് എന്ന് പറയുന്നത് 7-ാം ദിവസവും 28-ാം ദിവസമാണ്. അത് ആ വേളിയിൽ നമുക്കൊരു ക്യൂറിംഗ് ടാങ്ക് ഉണ്ട്. അതൊരു ഇൻഡോർ ക്യൂറിംഗ് ടാങ്ക് ആണ്. അവിടെ നമ്മളിത് ലേഡ് ചെയ്യുന്നു. എന്നിട്ട് 7-ാം ദിവസവും 28-ാം ദിവസവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മളിത് കസ്റ്റമർക്ക് ഇതിൻ്റെ റിപ്പോർട്ടും കൊടുക്കുന്നു. അപ്പോൾ ഒരു കസ്റ്റമർക്ക് 28-ാം ദിവസം ചെക്ക് ചെയ്ത് റിസൾട്ട് കൂടെ കൊടുത്തു. അദ്ദേഹത്തിനും, അതായത് ആ കസ്റ്റമർക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ വെളിയിൽ ഏതെങ്കിലും ഒരു NAB അക്രഡിറ്റേഷൻ ഒരു ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കി റിസൾട്ട് നല്ല റിസൾട്ട്, അതായത് കോൺക്രീറ്റ് പാസ്സാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചാണ് നമുക്കുള്ള അവരോടൊരു ബന്ധം തീരുന്നത്. അതുവരെ നമ്മൾ, അതായത് കോൺക്രീറ്റ് തീർന്ന ഉടനെ നമുക്ക് ആ കസ്റ്റമറുമായിട്ടൊരു ബന്ധം തീരുന്നില്ല. നമ്മൾ ഈ ക്യൂബും കൂടെ കാസ്റ്റ് ചെയ്ത് പാസ്സായതിനു ശേഷം മാത്രമാണ് നമ്മൾ അവരുമായിട്ടുള്ളൊരു ബന്ധം അവസാനിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ആ ടെസ്റ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്. ഇതിനകത്താണെങ്കിൽ ക്യൂബൻ നമ്മൾ ബ്രേക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന ഗ്രേഡ് കറക്റ്റ് ബ്രേക്ക് ചെയ്യുന്നത്, ഇത് ബ്രേക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇലക്ട്രിക്കലി ബ്രേക്ക് ചെയ്യും. അതായത് ഈ ക്യൂബ് ഇതിന്റെ ഇടയിലേക്ക് വെക്കുന്നു, അതിന് ശേഷം നമ്മൾ ഇത് ഓൺ ആക്കിയാൽ മതി. നമുക്ക് M10 തൊട്ട് M50 വരെയുള്ള എല്ലാ ഗ്രേഡുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് കിഫ്ബി, വാട്ടർ അതോറിറ്റി കുറേ എല്ലാം വർക്കുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ഗ്രേഡ് എണ്ണം പറയാൻ പറ്റുമോ? എത്ര ഗ്രേഡുകളാണുള്ളത്? M20 തൊട്ട് M50 വരെയുള്ള എല്ലാ ഗ്രേഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിങ്ങനെ തുടർച്ചയായിട്ടാണോ? 20, M10, M50, M20, 25, 30, 35, 40, 45, 50 വരെ ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മുടെ പ്ലാന്റുകൾ എവിടെയൊക്കെയാണ് ഉള്ളത്? നമുക്കുള്ളത് കോട്ടയത്ത് ഞാലിയാവഴി, പിണ്ണാക്കനാട്, തൊടുപുഴ, ചേർത്തല. നമ്മുടെ ഒരു ഓപ്പറേഷൻസ് ഏരിയ ഏതൊക്കെയാണ്? കേരളത്തിൽ എവിടെയൊക്കെ കൊണ്ടോടിയുടെ കോൺക്രീറ്റ് എത്തുന്നുണ്ട്? നമുക്ക് ഇപ്പോൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പി, എറണാകുളം സൈഡ്, ഈ കൊല്ലത്തിൻ്റെ ഒരു സൈഡ് വരെ ചെയ്യുന്നുണ്ട്. നമ്മൾ കരുനാഗപ്പള്ളി വരെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടുന്ന് നമ്മൾ ഇരിക്കുന്നത് തോട്ടയ്ക്കാടാണ്. കോട്ടയം ജില്ലയിലെ തോട്ടയ്ക്കാട് ഉള്ള പ്ലാന്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ ഒരു ഓപ്പറേഷൻസ് ഏരിയ എത്ര സർക്കംഫറൻസിലാണ് ഉള്ളത്, ചുറ്റളവിലാണ് ഉള്ളത്? നമുക്കിപ്പോൾ പിണ്ണാക്കനാട് പ്ലാന്റ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ലൊക്കേഷൻ ചെയ്യുന്നത് പൊൻകുന്നം ആ ബോർഡർ വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് പിണ്ണാക്കനാടെന്ന് പോകുന്നു. ഇപ്പോൾ ആ ഏരിയ അവരാണ് കവർ ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ചെങ്ങന്നൂർ സൈഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹരിപ്പാട്, കായംകുളം വരെ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പത്തനംതിട്ട, കോന്നി വരെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സൈഡ് പോവുകയാണെങ്കിൽ കുമരകം അവിടെ ചെയ്യുന്നുണ്ട്. കോട്ടയം ഈ പ്ലാന്റ് ചെയ്യുന്നു. നിലവിൽ വടക്കൻ കേരളത്തിലേക്ക് നമ്മുടെ സ്വാധീനം എങ്ങനെയുണ്ട്? എറണാകുളം വരെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ എന്തായിരിക്കും? പുതിയ പ്ലാന്റ് വല്ലതും വരുന്നുണ്ടോ? പുതിയ പ്ലാന്റ് 2 പ്ലാനിങ്ങിലുണ്ട്. തീരുമാനമായിട്ടില്ല. കമ്മിങ് സൂൺ. ശരി. അപ്പോൾ നമുക്ക് കൊണ്ടോടിക്ക് എല്ലാ പ്ലാന്റിലും ആയിട്ടും നമ്മുടെ ഡ്രൈവർമാരായിട്ടും പ്ലാന്റിലെ സ്റ്റാഫായിട്ടും മൊത്തത്തിൽ മാനേജീരിയൽ, ഇപ്പം സുജിത്തിനെപ്പോലുള്ള മാനേജീരിയൽ സ്റ്റാഫൊക്കെ ആയിട്ട് ഏകദേശം എത്ര ജീവനക്കാരുണ്ട്? സ്റ്റാഫ് സ്ട്രെങ്ത് നമുക്ക് ഏകദേശം 100 മുകളിൽ ആൾക്കാരുണ്ട്. 100 മുകളിൽ. ഓരോ പ്ലാന്റിലും അനുസരിച്ചിട്ട് ആ ഫ്ലീറ്റിനനുസരിച്ച് വ്യത്യാസം വരും. മെയിനായിട്ട് നമ്മുടെ കോട്ടയം പ്ലാനാണുള്ളത്. ഇവിടെ ഏകദേശം 80-90 പേരോളം ജീവനക്കാരുണ്ട്. നമ്മുടെ കോൺക്രീറ്റ് പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണിത്.
നമുക്ക് ഈ ഇത്രയും ഏകദേശം 14 പമ്പ് ഈ ടൈപ്പ് തന്നെയുണ്ട്. 3 പമ്പ് ഇതിൻ്റെ വലുതുണ്ട്. പിന്നെ ഇതിൻ്റെയും വലുതൊരു പമ്പ് കൂടെ ഉണ്ട്, 1800. അത് 25th ഫ്ലോർ വരെ പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കാണ്. ആകെ എത്ര പമ്പുകളുള്ളത്? നമുക്ക് മൊത്തം 16 പമ്പ്. 16 പമ്പുകൾ. ഇത് നമ്മുടെ കോൺക്രീറ്റ് റൂഫിന്റെ മുകളിൽ വിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പമ്പുകൾ. കോൺക്രീറ്റ് റൂഫിന് മുകളിൽ പൈപ്പ് ലൈൻ വഴി എത്തിക്കുന്നത് ഈ പമ്പ് വെച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ BIS അംഗീകൃത റെഡിമിക്സ് കോൺക്രീറ്റ് പ്ലാന്റായ കൊണ്ടോടി പ്രീഫാബ് കോൺക്രീറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. റെയിൽവേയുടെയും PWDയുടെയും അതുപോലെ കിഫ്ബിയുടെയും ഉൾപ്പെടെ കൂറ്റൻ പ്രോജക്റ്റുകൾക്ക് റെഡിമിക്സ് കോൺക്രീറ്റ് സപ്ലൈ ചെയ്ത ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് കൊണ്ടോടിയുടെ റെഡിമിക്സ് കോൺക്രീറ്റ് പ്ലാന്റുകൾ. 4 പ്ലാന്റുകളാണ് ഇവർക്കുള്ളത്. അതിൽ കോട്ടയം ജില്ലയിലെ തോട്ടയ്ക്കാടുള്ള പ്ലാന്റിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.